ഇലക്ഷൻ പ്രചരണ സമയത്ത് മലപ്പുറത്തെത്തിയ റിപ്പോർട്ടർ ചാനൽ ടീമിന്റെ ഇലക്ഷൻ ബസ് കോട്ടപ്പടി മാർക്കറ്റിലും എത്തിയിരുന്നു. കോട്ടപ്പടിയിൽ നിർമ്മാണം പൂർത്തിയാവാതെ കിടക്കുന്ന മാർക്കറ്റ് കെട്ടിടം ചർച്ചയാവുകയും ചില പരാമർശങ്ങളോടെ ചർച്ചയിൽ പങ്കെടുത്ത കോട്ടപ്പടി മാർക്കറ്റിലെ പച്ചക്കറി വ്യാപാരി കോൽമണ്ണ സ്വദേശി റഷീദ് മോയിക്കൽ സോഷ്യൽ മീഡിയയിൽ എയറിൽ കയറുകയും ചെയ്തിരുന്നു. വോട്ടെണ്ണലിന് ആഴ്ചകൾ ബാക്കിയിരിക്കെ എല്ലാവരും കണക്കുകൂട്ടലുകളിലാണ്. മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായ റഷീദ് എന്ന മാനുവിനും ചില നിഗമനങ്ങളുണ്ട്. മലപ്പുറം, വേങ്ങര, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ ലീഡിനെ കുറിച്ചൊന്നും റഷീദിന് സംശയമേയില്ല. മലപ്പുറത്ത് കുഞ്ഞാപ്പാന്റെ ഭൂരിപക്ഷം 52-ന്റെ മേലെ, വേങ്ങര 28-ന്റെ മേലെ, 28,000-ന്റെ മേലെ, പെരിന്തൽമണ്ണ 14,000-ന്റെ മേലെ. തവനൂർ മണ്ഡലത്തിൽ VS ജോയിയുടെ ജയം ഉറപ്പിച്ചിട്ടുണ്ട്. KT ജലീലിന്റെ സാധ്യത ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഒരു സംശയം വേണ്ടതില് തോൽക്കും, എന്തായാലും ഒരു 5000 കുറയാതെ തോൽക്കും. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി ജയിച്ച ശേഷം MLA ആയി വരുമ്പോൾ റഷീദിന് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യം ഇതാണ്. കുഞ്ഞാപ്പ അതേപോലെ ജയിച്ചു വരികയാണെങ്കിൽ സാഹിബിനോട് പറയാനുള്ളത്, ഈ ഒരു ഉപകാരം കിടക്കാതെ ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇത് മാറ്റിക്കാണ്ട് അവിടുന്ന് സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റിക്കാണ്ട് ഇവിടെ ഒന്നും കൂടി ഈ കച്ചവടക്ക് ഉപകാരപ്രദമായ കോലത്തിൽ റൂമുകളും അതേപോലെ കച്ചവട സ്ഥാനങ്ങളും വരാനും, അതുപോലെ നല്ലൊരു മീൻ മാർക്കറ്റിനും മീറ്റ് മാർക്കറ്റിനും എല്ലാത്തിനും ഒരു സൗകര്യം ഉണ്ടാക്കി തരണം നമുക്കൊരു അപേക്ഷയും കൂടി ഉണ്ട് സാറിനോട്.